അങ്ങനെ നന്ദു പറയാണ്, അനി ഞാൻ നിന്റെ കൂടെ, നീ എങ്ങോട്ട് വിളിച്ചാലും വരാൻ തയ്യാറാ. നന്ദു, മുഹൂർത്തത്തിന്റെ സമയം എടുക്കാറായി. ഇനി എന്റെ മുന്നിൽ ആകെ ഒരു വഴിയുള്ളൂ. നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ അനാമികയുടെ കഴുത്ത് താലി കെട്ടേണ്ടി വരും. അനി, എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ്. ആ അനാമികയ്ക്ക് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ ഒരുപാട് പിന്തിരിപ്പിച്ചു. പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നീയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. നന്ദു, എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയണ്ട. മുഹൂർത്തത്തിന് സമയം എടുക്കുമ്പോൾ എന്നെ എല്ലാവരും അന്വേഷിക്കും. നമുക്കിവിടുന്ന് ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ് നല്ലത്. പിന്നെ നന്ദു, നയനേച്ചിയുടെ ആദർശേട്ടൻ്റെ ഇരു കണ്ണുകളും നമ്മുടെ ചുറ്റിലുണ്ട്. അതുകൊണ്ട് അവരെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ ചുവട് മുന്നോട്ട് വെക്കാൻ. അനി, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അതൊന്നും ഉറപ്പിച്ചിട്ടില്ല. ഇവർക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തടത്തേക്ക് എന്നെ പോകാം. നന്ദു, എനിക്ക് വിഷമം എൻ്റെ അച്ഛനെ അമ്മയെ ആലോചിച്ചിട്ടാ. അവരെൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും കൂട്ടുനിന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ അവരെ ഞാനിപ്പോൾ ചതിക്കുന്നത്. അനി, നിനക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? നമുക്കെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞൂടെ? അങ്ങനെ അമ്മയോട് തുറന്നു പറഞ്ഞാൽ അതൊരിക്കലും അമ്മയ്ക്ക് മനസ്സുകൊണ്ടെടുക്കാൻ പറ്റില്ല. അതാരെങ്കിലുമൊക്കെ അറിയും. അങ്ങനെ അനിയും നന്ദവും ആരും കാണാതെ കുറച്ച് ദിവസത്തേക്ക് ഒളിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.